ഇന്ത്യൻ കാർ വിപണിയിൽ തിളങ്ങാതെ GM, ഫിയറ്റ് പോലുള്ള കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റ് വിട്ടുപോയ കഥ നമുക്കറിയാം. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഫ്ലോപ്പായി പോയ ചില കാർ മോഡലുകളെ കുറിച്ചാണ്. ആദ്യം മഹീന്ദ്രയുടെ നുവോ സ്പോർട്ട് എന്ന മോഡൽ. ഒരു മിനി SUV ആയി ഇറക്കിയ നുവോ സ്പോർട്ട് 2016 ഇറക്കി 2020 BS6 മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാതെയാണ് നിർത്തലാക്കിയത്. മറ്റൊരു മോഡലാണ് ഡാറ്റ്സന്റെ ഗോ പ്ലസ് എന്ന മോഡൽ. ഡാറ്റ്സന്റെ ഗോ മോഡൽ ചില മൂവ്മെന്റ്സ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കിയെങ്കിലും ഗോ പ്ലസ് 2015 ഇറക്കി 2022 മാർക്കറ്റിൽ നിന്നും പിൻവലിക്കുകയാണ് ഉണ്ടായത്. അടുത്ത മോഡലാണ് റെനോയുടെ ക്യാപ്ചർ എന്നുള്ള മോഡൽ. പ്രീമിയം SUV ആയി രംഗത്തിറക്കിയതായിരുന്നു ക്യാപ്ചർ. ആദ്യ മോഡലായ റെനോ ഡസ്റ്റർ മാർക്കറ്റിൽ വൻ ചലനം ഉണ്ടാക്കിയപ്പോൾ ക്യാപ്ചർ എന്നുള്ള മോഡൽ വളരെയധികം ഫ്ലോപ്പായി പോവുകയാണ് ഉണ്ടായത്. 2017 ഇറക്കിയ മോഡൽ 2020 കൂടി പിൻവലിച്ചു. അടുത്തത് നിസാന്റെ ഇവാലിയ എന്നുള്ള MPV ആണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ വളരെ സക്സസ് ആയ ഇതിന്റെ ഡിസൈൻ എന്നാൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് തീരെ പിടിച്ചില്ലെന്ന് വേണം പറയാൻ.